ഗൈസ്, ഇന്ന് ഡേ 2, അതായത് ജൂലൈ 2. ഇന്ന് പ്രത്യേകിച്ച് പുറത്തും കാര്യങ്ങളൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. ഞാനും എൻ്റെ ടുട്ടും അമ്മയും കൂടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രാവിലെ എണീച്ചു, ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായിരിക്കുകയാണ്. എങ്ങോട്ടും പോകുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ എന്ത് ചെയ്യും എന്ത് ചെയ്യേണ്ട ഒന്നും ഐഡിയ ഇല്ല. സോ എങ്ങനെയുണ്ട് എൻ്റെ താടി കുറച്ച് വളർന്നു മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞുനാളിൽ നടന്നൊരു ഇൻസിഡൻറ്റിന് പെട്ടെന്ന് ഓർമ്മ വന്നപ്പം, അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ, അതായത് 6ാം ക്ലാസ്സിലെ വെക്കേഷൻ കഴിഞ്ഞിട്ട് 7ാം ക്ലാസ്സിലേക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പോയപ്പോൾ അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ റീന ടീച്ചറായിരുന്നു കേട്ടോ. ഞാനിവിടെ തേനൂർ AP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ 7ാം ക്ലാസ്സിലെ ടീച്ചർ റീന ടീച്ചറായിരുന്നു. മലയാളമാണ് ഞങ്ങൾക്ക് എടുത്തുകൊണ്ടിരുന്നത്. അല്ല, മലയാളം മിസ്സായിരുന്നു റീന ടീച്ചർ. ഐ തിങ്ക് വേറെന്തോ പുഷ്കല അങ്ങനെ എന്തോ ഒരു ടീച്ചറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ മലയാളം ക്ലാസ് തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാ കുട്ടികളുടെ അടുത്തും 2 മാസം വെക്കേഷൻ ടൈമിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ എവിടെയൊക്കെ വിരുന്ന് പോയി, ടൂറ് പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ഒരു 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 വിവരണം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാൻ എല്ലാ കുട്ടികളും എഴുതി, ഞാനും എഴുതി, എന്നിട്ട് ടീച്ചർക്ക് കൊടുത്തു. ടീച്ചർ ഓരോരുത്തരെയും വായിച്ചിട്ട് എന്നെ മാത്രം സ്പെഷ്യലായി വിളിച്ച് നിർത്തി അത് വായിപ്പിച്ചു. അതായത് ഇപ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. ബിക്കോസ് എല്ലാ കുട്ടികളും അവരുടെ അമ്മമ്മയുടെ വീട്ടിൽ പോയതും വിരുന്ന് ഓരോ കസിൻസിൻ്റെ വീട്ടിൽ പോയതും ടൂറ് പോയതും എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ എൻ്റെ സ്റ്റോറി മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ആ വെക്കേഷനിൽ ആദ്യത്തെ ഒരു മാസം എനിക്ക് കാര്യമായിട്ട് ഓർമ്മയില്ല. ഏപ്രിൽ മെയ് ആ ഒരു ടൈമിൽ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് മുമ്പായിരുന്നു എൻ്റെ ചെറിയച്ഛൻ, അതായത് ചാച്ചൻ, എൻ്റെ ഫാമിലിയിലെ ഒരു ചാച്ചൻ്റെ കല്യാണം. അതൊന്നും ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ വെക്കേഷനിൽ ജീവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ്? എന്താ പറയുക, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. അതായത് ഒന്നുമില്ല, ഒരു മഴ സീസണൊക്കെ തുടങ്ങിയപ്പോൾ മെയ് സ്റ്റാർട്ടിങ്ങിലാണ് തോന്നുന്നു, എനിക്കൊരു വയറുവേദനയും ഛർദിയും പനിയൊക്കെ ആയിട്ട് ഇവിടെ പാലക്കാട് ജില്ലാശുപത്രിയിൽ പോയി. അവിടെ പോയപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് അവർ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ വയറ്റിൽ എന്തോ ഒരു മുഴയുണ്ട്, പഴുത്ത് നിൽക്കുകയാണ്, അനങ്ങിയാൽ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷനാക്കി. അങ്ങനെ അപ്പോൾ തന്നെ ആംബുലൻസ് എടുത്ത് ഡയറക്റ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോയി, തൃശ്ശൂർ. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ പാലക്കാട് ജില്ലാശുപത്രിയിൽ കാണിച്ച ആ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സ്പോട്ടിലൊരു സർജറി ചെയ്യാൻ പറ്റില്ല, പിന്നെ ഞങ്ങൾ ആദ്യം മുതൽ ചികിത്സിച്ച് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താ പറയുക, എന്താ സംഭവം മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് തൊട്ട് ചികിത്സിക്കാൻ തുടങ്ങി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഓക്കെയാണ്, അവിടെ പോയപ്പോഴും ഫസ്റ്റ് ടൈം ഭയങ്കര ക്ഷീണം, കിടപ്പിലായിരുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അവരുടെ ചികിത്സ തുടങ്ങിയപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ഫുൾ ഗ്ലൂക്കോസും അതുപോലെ ഇഞ്ചക്ഷനും മെഡിസിനും വെള്ളവും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഭയങ്കര രസകരമായൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് മാത്രമല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവർ ക്യാൻറ്റീനിൽ നിന്നും അവിടെ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ട്, അച്ഛൻ പുറത്ത് പോയി കഴിക്കും, അമ്മ കൊണ്ടുവന്നിട്ട് നമ്മൾ അഡ്മിറ്റായി കിടക്കുന്ന ബെഡ് ഉണ്ടല്ലോ അതിൻ്റെ അടിയിലിരുന്നിട്ട് അല്ലെങ്കിൽ താഴെ ഇരുന്നിട്ട് കഴിക്കും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെഡിൽ, അത് സർജറി വാർഡായിരുന്നു കേട്ടോ, ജനറൽ സർജറി കുട്ടികളുടെ ആ വാർഡിൽ കിടക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, തൊട്ടപ്പുറത്തുള്ള ബെഡിലുള്ള ഫാമിലി അവർ നല്ല ഈ നോൺ വെജ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുക. എൻ്റെ അച്ഛൻ തന്നെ ഫുഡ് കൊണ്ടുവന്നിട്ട് ബെഡിൻ്റെ താഴെ ഇരുന്ന് കഴിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഡിപ്രഷനായിരുന്നു. അതുപോലെ ഇഞ്ചക്ഷൻ, നമുക്ക് ഒരുപാട് തവണ ഈ കയ്യിലാൽ സൂചി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വീങ്ങ് തടിച്ച് കല്ലിച്ചിട്ടാകുമ്പോൾ ഒരു കയ്യിൽ നിന്ന് മാറ്റി അടുത്ത കൈക്ക് കുത്തും. അപ്പോൾ അറ്റ് എ ടൈം ഇപ്പോൾ നമ്മൾ എന്താണ് ഡ്രസ്സിങ് റൂമിൽ പോയി ഇരിക്കുമ്പോൾ 2 കൈയും 2 നേഴ്സുമാർ പിടിച്ചിട്ടുണ്ടാവും. ഒരു കയ്യിൽ അത് സൂചി അഴിക്കുമ്പോൾ മറ്റേ കയ്യിൽ കുത്തിക്കറ്റും. അങ്ങനെ പിന്നെ അവിടുത്തെ 2-3 നേഴ്സുമാരുമായിട്ട് ഭയങ്കര കമ്പനിയായി. അതുപോലെ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഞാൻ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് അവിടെയൊക്കെ വെച്ച് അങ്ങനെ. പിന്നെ അതുപോലെ ഒരുവിധം എണിച്ച് നടക്കാനൊക്കെ ആയപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുള്ള ബെഡിലൊക്കെ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാവും. അങ്ങനെ അതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ ആകേണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 2-3 ആഴ്ചത്തോളം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഡിസ്ചാർജായി, കുഴപ്പമൊന്നുമില്ല. അതായത് ഇവിടെ നിന്ന് പറഞ്ഞത് വയറ്റിലെന്തോ ഒരു മുഴയുണ്ട്, അത് പഴുത്ത് നിൽക്കുകയാണ്, അനങ്ങിയാൽ പൊട്ടും, ഉടനെ ഒരു സർജറി വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിൽ പോയത്. അവർ ചികിത്സ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞ് തിരിച്ച് വന്നു. പിന്നെ നമ്മുടെ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സാധനം ഞാൻ എഴുതി. അത് ഭയങ്കര ഒരു ടീച്ചർക്കും എൻ്റെ ഫ്രണ്ട്സിനും ക്ലാസ്സിലെല്ലാവർക്കും അതൊരു അവരിപ്പോൾ അത് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഇത്, അതായത്
ഞാൻ എൻ്റെ അനുഭവം, വെക്കേഷൻ അനുഭവം ഞാൻ എഴുതി. ടീച്ചർ അത് എല്ലാവരുടെ മുമ്പിൽ, ബാക്കിയുള്ളവരൊന്നും വായിച്ചില്ല, കാരണം ബാക്കിയുള്ളവർക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, അതായത് അവർ വിരുന്ന് പോയതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പക്ഷേ എൻ്റെ ഈ ഒരു സാധനം അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. എന്തോ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ഇതിൽ പഴയകാലമൊക്കെ ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ബാക്കി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു സ്റ്റോറി, പണ്ടത്തെ ഒരു വെക്കേഷൻ കാലത്തെ ഈ ഒരു ഇത് എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ബിലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.